വടകര കോൺഗ്രസ് നേതാവിന്റെ വീട്ടിൽ തീകൊളുത്തി ആത്മഹത്യ ചെയ്ത ഇബ്രാഹിംകുട്ടി ഹാജിയുടെ വീട് ഷാഫി പറമ്പിൽ MP സന്ദർശിച്ചു. ഒരു തരത്തിലുമുള്ള രാഷ്ട്രീയ ബന്ധവും നീതി നിഷേധിക്കപ്പെടാനുള്ള സാഹചര്യമാക്കി മാറ്റാൻ അനുവദിക്കുകയില്ല എന്ന് ഷാഫി പറമ്പിൽ MP മാധ്യമങ്ങളോട് പറഞ്ഞു. പ്രിൻസ് ടയേഴ്സ് ആൻഡ് വീൽസ്, JT റോഡ്, വടകര. വാഹന ഉടമകളുടെ വഴികാട്ടി, 23 വർഷത്തെ വാഹന ടയർ മേഖലയിലെ സേവനം. കടത്തനാട് ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയിൽ നിക്ഷേപിച്ച പണം ലഭിക്കാത്തതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യേണ്ടി വന്ന ഇബ്രാഹിമിന്റെ കുടുംബത്തിന് നീതി ലഭിക്കണമെന്നും ഒരു തരത്തിലുമുള്ള രാഷ്ട്രീയ ബന്ധവും നീതി നിഷേധിക്കപ്പെടാനുള്ള സാഹചര്യമാക്കി മാറ്റാൻ അനുവദിക്കുകയില്ല എന്നും ഷാഫി പറമ്പിൽ MP പറഞ്ഞു. ആത്മഹത്യ ചെയ്ത ഇബ്രാഹിമിന്റെ വീട് സന്ദർശിച്ച ശേഷം പ്രതികരിക്കുകയായിരുന്നു MP. അതിദാരുണമായിട്ടുള്ളൊരു സംഭവമാണ്. വിലപ്പെട്ടൊരു മനുഷ്യജീവൻ അദ്ദേഹത്തിൻ്റെതല്ലാത്ത കാരണം കൊണ്ട് നഷ്ടപ്പെട്ടിരിക്കുന്ന സാഹചര്യമാണ്. പറഞ്ഞു കേട്ടിടത്തോളം അറിഞ്ഞിടത്തോളവും അദ്ദേഹം അധ്വാനിച്ചുണ്ടാക്കിയ പണവുമായിട്ട് ബന്ധപ്പെട്ട് ആ സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ പ്രയാസങ്ങൾ, പരാതികൾ നിരന്തരം അവിടെ പറഞ്ഞിട്ടും നടപടിയില്ലാത്തതൊക്കെയാണ് ഇതിലേക്ക് നയിച്ചെന്ന് പറയും. അപ്പോൾ മക്കളും കുടുംബമായിട്ട് സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം ആരെ അറിയിച്ചത് പ്രകാരം ഇതിൻ്റെ രേഖകളൊക്കെ മുറിക്കകത്തുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പോലീസിനോടും ആവശ്യപ്പെടും, ശക്തമായ നടപടികൾ ഉണ്ടാവണമെന്ന് തന്നെ പറയും. ഒരു തരത്തിലുള്ള രാഷ്ട്രീയ ബന്ധം ഇതിന് നീതി നിഷേധിക്കപ്പെടാനുള്ളൊരു സാഹചര്യമാക്കി മാറ്റാൻ അനുവദിക്കില്ല. മാതൃകാപരമായ നടപടികൾ ഉണ്ടാവണം. പോലീസിനോട് ആ റൂം തുറക്കുന്നതും അതിൻ്റെ തുടർ പരിശോധനയൊക്കെ മക്കളുടെ സാന്നിധ്യത്തിൽ തന്നെ വേണമെന്ന് ആവശ്യപ്പെടും. അത് ഡോക്യുമെൻ്റ് ചെയ്യണം, വീഡിയോ ഡോക്യുമെൻ്റ് ചെയ്യണം എന്നുള്ളതും ആവശ്യപ്പെടുകയാണ്. ബാക്കി കാര്യങ്ങൾ അന്വേഷണത്തിലൂടെ കൂടുതൽ കാര്യങ്ങൾ വ്യക്തത വരട്ടെ. ആരൊക്കെ ഇതിൻ്റെ പിന്നിൽ ഉത്തരവാദികളായിട്ടുണ്ടോ, കുറ്റവാളികളായിട്ടുണ്ടോ അവർക്കെതിരെ നിയമപരമായി നടപടികൾ കുടുംബം പറയുന്നത് പോലുള്ള അന്വേഷണവും വേണമെന്ന് പോലീസിലും സർക്കാരിലും സമ്മർദ്ദം ചെലുത്തും. അതിൻ്റെ വിശദാംശങ്ങളും പരിശോധിക്കപ്പെടേണ്ടതാണ്. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ആർക്കാണ് അവിടെ വീഴ്ച പറ്റിയത്, ആ കൊടുത്ത പരാതിയുടെ പേരിൽ എന്ത് നടപടികളാണ് സ്വീകരിച്ച് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് വരേണ്ടത്. ഇത് നീതി നിഷേധത്തിന് കാരണമാവുന്ന തരത്തിൽ ആരെല്ലാം ഇടപെട്ടിട്ടുണ്ടോ ആ കാര്യങ്ങളെല്ലാം പരിശോധിക്കണമെന്ന് തന്നെ ആവശ്യപ്പെടും. ഒരു തരത്തിലും നീതിയുടെ നിഷേധത്തിന് കാരണമായിട്ടുള്ളൊരു സ്വാധീനം അന്വേഷണത്തിലോ ഭരണ സംവിധാനങ്ങളിലോ ഉണ്ടാവരുത് എന്ന് അതിശക്തമായി തന്നെ ആവശ്യപ്പെടും. നമുക്കിപ്പം കുടുംബത്തോടൊപ്പം തന്നെയാണല്ലോ നമ്മളെല്ലാവരും നിൽക്കുന്നതും. അപ്പം മറിച്ചൊന്നും അതിനകത്ത് ചെയ്യാനോ പറയാനോ ഇല്ല. അപ്പോൾ അത് ഇവിടുത്തെ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലക്ക് തീർച്ചയായിട്ടും ഇപ്പം ഞാൻ അവരോട് സംസാരിച്ചപ്പോൾ അവർ പങ്കുവെച്ച കുറച്ച് ആശങ്കകളുണ്ട്. അത് അന്വേഷണത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ അറിയിക്കും. പിന്നെ അത് അടിസ്ഥാനത്തിലുള്ള നടപടികൾ ആവശ്യപ്പെടുകയും ചെയ്യും. ന്യൂസ് ബ്യൂറോ, മീഡിയ, വടകര. വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.